ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. പോയ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹൈവ് ബെഡ് വാഴ്സിൽ അല്ലെങ്കിൽ ബെഡ് വാഴ്സിൽ എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം എന്ന് പഠിപ്പിച്ചു തരാനാണ്. സിമ്പിൾ ബ്രിഡ്ജിങ്സ് മാത്രം പഠിപ്പിച്ചു തന്നുള്ളൂ. ടഫ് ബ്രിഡ്ജിങ്സ് ഉണ്ട്, അതെനിക്ക് പറഞ്ഞൂടാ, അത് കാരണം പഠിപ്പിച്ചു തന്നില്ല. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യേണ്ട, കമൻ്റ് എങ്കിലും മര്യാദയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പോയ്സ് നമുക്കെന്നാൽ ആ വീഡിയോയിലോട്ട് നേരെ കിടക്കാം. എൻ്റെ അനിയത്തിയും ഉണ്ട് ഒപ്പം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബെഡ് വാറും കൂടി കാണാം. ആദ്യത്തെ നമ്മളെ ബ്രിഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ് ബ്രിഡ്ജിങ് ആണ്. കണ്ട, അതെ 1 2 3 4 5 6 5 ബ്ലോക്ക് വിട്ടിട്ടെങ്കിലും എന്നിട്ട് ഇങ്ങനെ പോയാൽ മതി. നെക്കി പിടിക്കണം. ഈ ബ്ലോക്ക് വെക്കേണ്ട സാധനത്ത് ഇങ്ങനെ നെക്കി പിടിച്ചാൽ ഇങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു 6-5 ബ്ലോക്കിൽ നിന്നിട്ട് ഇങ്ങനെ നെക്കി പിടിച്ച് പോയാൽ മതി. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സേഫ് ബ്രിഡ്ജിങ് പഠിക്കാം. അത്ര വലിയ പണിയൊന്നുമില്ല. പിന്നെ അതേ ഒന്നും കൂടി കാണിച്ചു തരാൻ വേണമെങ്കിൽ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് വെച്ച് കഴിഞ്ഞിട്ട് കറക്റ്റ് ഇത് ഈ ഒരു നെക്കണ ബട്ടണിൽ ഇങ്ങനെ നെക്കി പിടിച്ച് പോയാൽ മതി. പഠിച്ചോനെ കണ്ട, എനിക്ക് ഈ ബ്രിഡ്ജിങ് പഠിക്കണമെന്നുണ്ട്. കണ്ട, യെസ്. ഓക്കെ, ഇങ്ങനെയാണ് ആദ്യത്തെ ബ്രിഡ്ജിങ്. സിമ്പിൾ ബ്രിഡ്ജിങ് ആണ് യെസ്, വലിയ പണിയൊന്നുമില്ല. എല്ലാവർക്കും സിമ്പിളായിട്ട് പഠിച്ചെടുക്കാമെന്നുള്ളൂ. ഞാൻ ആദ്യം ഒന്നും കൂടി പറഞ്ഞുതരാം. 5 ബ്ലോക്ക് മാറിയേക്കാം, എത്ര ബ്ലോക്ക് വേണമെങ്കിലും മാറിയേക്കാം, ബ്ലോക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒപ്പം ചാടിക്കാനോ കുറച്ചും കൂടി സ്പീഡ് കിട്ടും. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, ഇതാണ് ആദ്യത്തെ ബ്രിഡ്ജിങ്. ഭയങ്കര സിമ്പിൾ ബ്രിഡ്ജിങ് ആണ്. രണ്ടാമത്തെ ബ്രിഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ രണ്ടാമത്തെ നിങ്ങളിങ്ങനെ ബ്ലോക്കിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ നോക്കാം. ബ്ലോക്കിൻ്റെ തൊട്ടടിയിലായിട്ട് നോക്കാം. എന്നിട്ട് ഈ ഫസ്റ്റ് ചാടറ ബട്ടണിൽ ഇങ്ങനെ നെക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ വെക്കണ ബട്ടണിൽ ഇങ്ങനെ നെക്കി പോവുക. ഇപ്പോൾ കണ്ട ഗൈസ്, ഈ ബ്രിഡ്ജിങ് ഇതും ഒരു സിമ്പിൾ ബ്രിഡ്ജിങ് ആണ്. ഇത് നിങ്ങൾ 2 ബ്ലോക്ക് ഇടയിട്ട് വേണമെങ്കിൽ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ താഴെ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പ്രോസിനൊക്കെ ഇത് പെട്ടെന്ന് ചെയ്യാം. എനിക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ട യെസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ ബ്രിഡ്ജിങ് ആണിത്. ഇതൊക്കെ സിമ്പിൾ സാധനങ്ങളാണ്. അടിപ്പ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ അടിയിലായിട്ട് നോക്കുക, ചാടിക്കൊണ്ടിരിക്കുക, വെച്ച് പോവുക. ബ്ലോക്ക് അയ്യോ, തെറ്റി അയ്യോ, സ്കിൽ ഇഷ്യൂ നോ സീൻ ഗൈസ്. അനിയത്തി അവിടെ നിന്ന് ഒബ്സീഡിയനൊക്കെ വാങ്ങിച്ചിട്ട് മൊത്തം പോറായിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. ഈ ബ്രിഡ്ജിങ് ഞാൻ കാണിച്ചതുപോലെ തന്നെ വലിയ പണിയൊന്നുമില്ല. അതേപോലെ നല്ല ചൂടുണ്ട് ഇവിടെ വാങ്ങാത്തൊരു. പിന്നെ നമുക്ക് ഇയാളുടെ ബ്രിഡ്ജിങ്ങാണ് ഗോഡ് ബ്രിഡ്ജിങ്. ഈ ബ്രിഡ്ജിങ് സിമ്പിളാണ്, പക്ഷേ ഇതിൻ്റെ പേരെന്താ അറിയില്ല, ഗോഡെന്ന്. അതിനായിട്ട് നമ്മൾ അതിങ്ങനെ സ്നീക്ക് ചെയ്തിട്ട് ഒരു ബ്ലോക്കിൻ്റെ അറ്റത്ത് നിൽക്കണം. അറ്റത്തൊന്ന് നിന്നിട്ട് ഏതെങ്കിലും ഇങ്ങനെ നിൽക്കണം. കറക്റ്റ് അടിയിലായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് സ്നീക്ക് മാറ്റിയിട്ട് ഇങ്ങനെ പോയാൽ മതി. ഇതിനൊപ്പം ചാടിക്കഴിഞ്ഞാൽ അടിപ്പനാവും. ഇതാണ് നിങ്ങൾ ഡക്ക് വോയ്സ് ഒക്കെ ചെയ്യണ വേണ്ടിയില്ല, ഡക്ക് വോയ്സും ഡ്രീമൊക്കെ ചെയ്യണ പോലത്തെ അടിപ്പം ബ്രിഡ്ജിങ്. അയ്യോ മാറിപ്പോയി, ഇല്ല കുഴപ്പമില്ല, ഞാൻ ചത്തില്ല. ഈ സീ ബ്രിഡ്ജിങ് ഭയങ്കര സിമ്പിളാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ സ്നീക്ക് ചെയ്യണം, കറക്റ്റ് ഈ ബ്ലോക്കിൻ്റെ അറ്റത്തൊന്ന് നിൽക്കണം. എന്നിട്ടിങ്ങനെ അയ്യോ കുറച്ചും കൂടി താഴ്ത്താട്ട് എന്നിട്ട് ഇങ്ങനെ ഇത് മാറ്റിയിട്ട് ഈ ബ്ലോക്ക് വെക്കണ വെച്ച് നെക്കി പിടിക്കണം. രണ്ട് ചാടിയും കൂടി ചെയ്താൽ മതി. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ബ്രിഡ്ജിങ് ആണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബ്രിഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയെന്ന് വെച്ചിട്ട് അയ്യോ ബ്ലോക്ക് കയറുന്നു കണ്ട. അയ്യോ ഗൈസ്, എനിക്ക് ഈ ബ്രിഡ്ജിങ് കറക്റ്റായിട്ട് അറിയില്ല. ഇത്രയും ബ്രിഡ്ജിങ് പഠിച്ചാൽ തന്നെ നിങ്ങളൊരുവിധം ഇത്രയും ബ്രിഡ്ജിങ്ങനെ മതി. ഹൈവേ തുടക്കം കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ ഈ ബ്രിഡ്ജിങ്ങൊക്കെ നല്ല അത്യാവശ്യമാണ്. പിന്നെ ഗൈസ്, ഞങ്ങളുടെ ഇങ്ങനെ ബ്രിഡ്ജിങ്ങൊക്കെ ചെയ്തോളൊരു അടിപ്പനൊരു ബെഡ് വാറും കൂടി കണ്ടോ നിങ്ങൾ. കണ്ടിട്ട് വരൂ. അതുകൊണ്ട് നമുക്ക് കുറേ സാധനങ്ങളുടെ ആവശ്യമുണ്ട്. ആ വണ്ടിക്കാളി എന്ത് വെച്ചാൽ കവർ ചെയ്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിവിടെ എന്ത് വെച്ചാൽ കവർ ചെയ്യണമെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഇത് വെച്ച് കവർ ചെയ്ത് വെക്കാം. ഇതിനകത്ത് ഞാൻ കസ്റ്റമാണ് ഉണ്ടാക്കിയ ചെയ്യണത്. അത് കാരണം ഫ്രീ ആയിട്ട് സാധനങ്ങളെല്ലാം കിട്ടും. അത് കാരണം സീനൊന്നുമില്ല. നിങ്ങൾ ഒരുവിധം ബ്രിഡ്ജിങ്ങൊക്കെ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് ചൂടാണ്. ഞാൻ ഫയർ ബോൾസൊക്കെ എന്തിനാ വാങ്ങിച്ചത്? കുഴപ്പമില്ല, ഇരുന്നോട്ടെ അല്ലേ. മർസോക്കി ഐ എം കമ്മിങ്. നിൻ്റെ ബെഡ് പൊട്ടിക്കുക. ഇതും കൂടെ ഒരെണ്ണം വാങ്ങിച്ചേക്കാം. കാരണം എന്താ അറിയോ, ഈ മണ്ടി എവിടെ പോയി വിളിച്ചിരിക്കണമെന്ന് കണ്ടുപിടിക്കാൻ. ഇതും കൂടി ഓക്കെ, സെറ്റ് മതി. പവർ അല്ല, കുറച്ചും കൂടി, ഇത് കുറച്ചും കൂടി, അതിൻ്റെ ആരവും കുറച്ചും കൂടി. എന്നിട്ട് ആരും ഇപ്പുറത്തെ കയ്യിലായിട്ട് എടുത്ത് വെക്കാം. അത് അടിപ്പൻ.
ഇത്രയൊക്കെ പൊങ്ങാൻ പറ്റുമല്ലേ ഇതിൽ കൂടെ? ഓഹ് ഇതിന് നല്ല ഡാമേജ് ഉണ്ടല്ലോ മാങ്ങാത്തൂലി. ഞാൻ വിചാരിച്ച പോലെ അല്ല. പക്ഷെ നെതർ ഗെയിംസിൽ ഇത്രയൊന്നും ആയില്ല. ഡയമണ്ട് ആർമർ. അയ്യോ ഗൈസ്, നമ്മൊരു കാര്യം മറന്ന്. ആർമർ വാങ്ങിയില്ല. തെണ്ടി വന്നെ വരവ് കണ്ട ചാടി ഓടി വന്നാണ്. പക്ഷേ മറസു യു ആർ ഡൈഡ്. നീ ചത്തടി. എന്തു പറയുന്നു? ഏയ് ഏയ് അത് പാടില്ല, അത് പാടില്ല. ഓട് ഓട് ഓട്. എടി തല്ലിയടി എന്നെ. എടി എന്ത് എടി എൻ്റെ ബെഡ് പൊട്ടിക്കരുത് പ്ലീസ് 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 പ്ലീസ്. നീക്ക് ഞാൻ വീഡിയോ എടുക്കണുണ്ട്. നീ ബെഡ് പൊട്ടിച്ചാലും പൊട്ടിച്ചില്ലെങ്കിലും നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലും, ഉറപ്പാണ്. ഇല്ല തല്ലിയില്ല. അപ്പൊ ഞാൻ നേരത്തെ ഇങ്ങനെ എത്തുമെന്ന് പറഞ്ഞുതരോ? എന്റെ ബെഡ് പൊട്ടിച്ചോണ്ടിരിക്കണെങ്കിൽ നമ്മളിപ്പോ ബെഡ് വാറ കളിക്കണ വീഡിയോ എടുത്തറിയാം. ബെഡ് പൊട്ടിക്കണ്ട, ഞാൻ എന്തായാലും നിന്നെ കൊല്ലാൻ വേണ്ടി വന്നേ. ഇത് വിൻചാർജ് എന്നൊക്കെ പറയും. നിനക്ക് എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നീ അത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഡയമണ്ട് ആർമറും കൊണ്ടുവന്നേക്കണല്ലേ നീ? ഇപ്പൊ കാണിച്ചു തരാട്ടടി. അപ്പോൾ നമ്മൾ നേരെ ഒന്ന് മറസുവിൻ്റെ ബെഡ് ഒറ്റയടിക്ക് അങ്ങ് പൊട്ടിക്കാൻ പോണേ. ഒറ്റയടിക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക്, ഒന്നും നോക്കണില്ല, ഒറ്റയടിക്ക്. അയ്യോ ഗൈസ്, വേറൊരു കാര്യം മറന്ന്. ഗൈസ് നമ്മൾ ചത്ത്. ഞാൻ ബ്ലോക്ക് വാങ്ങാൻ മറന്നത് ഗൈസ്. ഏറ്റവും വലിയ കാര്യം ഞാൻ മറന്നു ഗൈസ്. എന്ത് ചെയ്യാനാന്ന് നോക്കി. എന്തായാലും ബ്ലോക്ക് വാങ്ങിയിട്ട് മെയ്സും വാങ്ങിയിട്ട് ഈ അമ്പ എന്തായാലും ആവശ്യമുണ്ട്. ഈ വണ്ടിക്കാളിയായിട്ട് കളിക്കുമ്പോഴത്തേക്കും ഇവിടെ പെട്ടെന്നൊക്കെ വന്ന് കയറി വരും. പിന്നെ ഇതിൻ്റെ ആവശ്യം നല്ല വണ്ണമുണ്ട്. പിന്നെ ഇതും പിന്നെന്താ വേണ്ടത് ഗായ്സ്? പിന്നെന്താ പിക്കാക്സ് ഇല്ലാണ്ട് എന്ത് കളി? അമ്പടക്കുള്ളൂ. പിക്കാക്സൊക്കെ വാങ്ങി ഗൈസ്. ഞാൻ എപ്പോഴോ വാങ്ങി. എന്നിട്ട് ഞാൻ പിന്നെയും പിക്കാക്സ് വാങ്ങിക്കൊണ്ടിരിക്കാനാണ്. എത്ര പിക്കാക്സിൻ്റെ ആവശ്യം? എനിക്കറിയാം, നീ താഴെല്ലാം ചത്തിട്ടുണ്ടാവും. താഴെയാവലല്ലേ നിന്റെ പണി. നിനക്ക് എന്ത് കഴിവാന്ന് എനിക്കുള്ളത്? സത്യം പറഞ്ഞ എനിക്ക് എന്ത് കഴിവാണത്? ഞാൻ ഇനി ബ്രിഡ്ജ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ബ്രിഡ്ജിങ് പഠിപ്പിക്കൽ മാത്രമല്ല, ഞാൻ ബ്രിഡ്ജ് ചെയ്യലുണ്ട്. ഞാൻ ഹൈവ് ബെഡ് വാസ് കളിക്കലുണ്ട്. എൻ്റെ ഗെയിം പ്ലേ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ഗെയിം പ്ലേ ഇട്ട് തരാം ഗൈസ്. ഞാൻ ദുഷ്ടനല്ല ഗൈസ്, ഞാൻ ഗെയിം പ്ലേ ഇടും. നമുക്ക് സ്പീഡ് ബ്രിഡ്ജിങ് തന്നെ ചെയ്യാം. സ്പീഡ് ബ്രിഡ്ജ്. ഓ എടാ, ഞാൻ എൻ്റർപേൾ എറിഞ്ഞടാ. ഓ ബ്രോ, എൻ്റർപേൾ എറിഞ്ഞാണ് ഞാൻ. ബട്ട് ഞാൻ ചത്തു. സ്കിൽ ഇഷ്യൂ. ഞാൻ ഇങ്ങനെ നല്ല സാധാരണ ഞാൻ കളിക്കണം. എൻ്റെ അനിയത്തിൻ്റെ ഒപ്പം കളിക്കണ കാരണമാണ് ഇങ്ങനെ കളിക്കണത്. പിന്നെ അത് മാത്രമല്ല, കസ്റ്റമും കൂടി ആധാരണമാണ് ഇങ്ങനെ കളിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കളിക്കണത്. ഇതിനേക്കാളും ഷോട്ടായിരിക്കും കളിക്കണത്. കാരണം ഇതിനകത്തെല്ലാം ഫ്രീ ആയിട്ട് ഇടണമായിരുന്നു ഇങ്ങനെയെങ്കിലും കളിക്കണത്. അല്ലെങ്കിൽ ഇതിനേക്കാളും മെനപ്പെട്ട രീതിയിൽ കളിക്കണം ഞാൻ. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞുകൂടാ അല്ലേ മറസോക്കി? എൻ്റെ അടുത്തായിട്ട് തന്നെയാണല്ലേ. ഇപ്പൊ ചത്തിട്ടുണ്ടാവൂല. എന്ത് ന്യൂബാടി നീ? എന്ത് ന്യൂബാ? ഞാൻ കളിയൊന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. അത്യാവശ്യം നല്ല സമയമായി വന്നിട്ടുണ്ട്. അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് അവസാനിപ്പിക്കണമെങ്കിൽ പറയൂ. അയ്യോ നിങ്ങൾക്ക് അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഫുഡ് അടിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഈ രാത്രി ഇന്ന് റെക്കോർഡ് ചെയ്യാനാണ്. ഫുഡ് അടിക്കാൻ പോകണം എനിക്ക് അതിനകത്തേക്കും. സോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഈ ബെഡ് വാർ എങ്ങനെയെങ്കിലും കഴിപ്പിക്കട്ടെ. നീ എൻ്റെ ടി വിയുടെ ചത്ത. നീ എന്തിനു പാടി? നീ ജെറ്റ് പാക്കും കൊണ്ട് വന്നേക്കണം. എന്തിനു പോവാണ്? അതേ പോണ്. എന്താടി നീ ഇങ്ങനെ വെറുതെ അല്ലാതെ ഈ ഒരു കഴുതയെന്ന് പറയണത്? സത്യം ഉണ്ടാ? ഞാൻ എൻ്റെ ബെഡ് പൊട്ടിക്കണേ. ജെറ്റ് പാക്ക് ഇല്ല മോളെ നിൻ്റെ കയ്യിൽ? നിന്റെ ജെറ്റ് പാക്ക് പൊട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത്ര പെട്ടെന്ന് എന്താണ്? ഒരു ചേട്ടത്തി 3 ചാട്ടമൊക്കെ ചേർന്ന പ്ലെയർ അല്ലേ നീ? ഞാൻ എന്തായാലും നിന്റെ ബെഡ് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എന്താടേ
ചാടിച്ചാവ്. ഇത് കഴിവില്ലാത്തോളാണ്. ഞാൻ ഇപ്പം എന്തായാലും നിന്റെ ബെഡ് പൊട്ടിക്കണില്ല. നീ ഒരു വട്ടം വാ, നിന്നെ കയ്യും വെച്ചടിച്ചിട്ടോളാം. വടി 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 എടി എന്ത് കഴിവില്ലാത്തോളാടി നീ. കഴിവുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊക്കെ ചെയ്യൂ. എന്തായാലും ഞാൻ എൻ്റെ ബ്ലോക്ക് എടുത്ത് മാറ്റണേ. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യും വെച്ച് നിന്നെ അടിച്ചതാ മുന്നാടി. എന്നെ ഡാമേജ് കത്തിയും കൊണ്ട് അടിക്കുന്നു കള്ളാമൊക്കെ. അയ്യോ എനിക്ക് നല്ല ഡാമേജ്, എനിക്ക് നല്ല ഡാമേജ്. അയ്യോ നടന്നില്ല, നടന്നു. അയ്യോ നടന്നില്ല. ഞാൻ പോകുന്നു. ഞാൻ അയ്യോ എനിക്ക് ഡാമേജ്, എനിക്ക് മുടിച്ച ഡാമേജ്. ചത്ത്. ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് കാണിച്ചാണ് കേസ്. ഞാൻ പെട്ടെന്ന് പ്രഷറായപ്പോൾ എന്തായാലും ഇവിടെ അടിക്കുമ്പോൾ പ്രഷറൊന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ കുറച്ചും കൂടി സമയം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണതാണ്. ഞാൻ പെട്ടെന്ന് കളി കഴിപ്പിക്കട്ടെ എന്നാൽ. ഇനി കളി കഴിപ്പിക്കാൻ സമയമായി എന്ന് തോന്നുന്നു. ഞാൻ ഗോൾഡൻ ആപ്പിൾ എടുക്കുന്നു. ഞാൻ നിൻ്റെ കളി കഴിപ്പിക്കുന്നു. നീ വരുന്നുണ്ട് എന്ന് തോന്നുന്നു എനിക്ക്, അല്ലേ? അപ്പോൾ ഗൈസ് നമ്മൾ നേരെ മർസൂൻ്റെ ബെഡ് പൊട്ടിക്കാൻ പോകുന്നു. ഇനിയിപ്പോൾ സമയം കളയണ്ട. സഡൻ ഡെത്ത് 2 മിനിറ്റിനുള്ളിൽ. അതിന് മുമ്പ് നമുക്ക് അവളുടെ ബെഡ് പൊട്ടിക്കണം, അല്ലെങ്കിൽ അവൾ തന്നെ പോയി ചാവും. ഗൈസ് ഇതേനായിട്ട് ഞാനും അനിയത്തിയും കൂടി ഇരുന്ന് ബെഡ് വാർ കളിക്കും. എന്നിട്ട് നാളെ രാവിലെയൊക്കെ എണീറ്റിട്ടായിരിക്കും ചിലപ്പോൾ കഴിയില്ലാത്തവൾ പോകണ പോക്കേണ്ട. എന്തിനാ ഇപ്പം ഇവിടം വരാൻ വന്നത്? ചാടടി വണ്ടി. നിന്റെ ഒരു ജെറ്റ് പാക്കില്ലേ? എന്റെ ജെറ്റ് പാക്കില്ല. നിന്റെ ഉണ്ട്, ഞാൻ കണ്ടിപ്പോ. കഴിവില്ലാത്തവളെയൊക്കെ കൊണ്ട് ഞാൻ വന്നിട്ടാ. ഞാൻ വന്നിട്ട് ഒരു ദാക്ഷിണ്യം അല്ലാണ്ട് ഞാൻ കൊന്നളയുന്നില്ല. ഉറപ്പാണെന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇപ്രാവശ്യം ഞാൻ നിന്നെ കത്തിയും വെച്ചടിച്ചിരും. എനിക്കാണെങ്കിൽ നേരത്തെ ഒട്ടും ഡാമേജ് ഉണ്ടായില്ല. ഇല്ല കത്തിയൊന്നും വേണ്ട എനിക്ക്, എനിക്ക് ഇത് തന്നെ മതി. ദൈവമാണ്. ചാടടി എടി, ഒന്ന് പോടി. കഴിവില്ലാത്തോളെ നിന്നെ അടിക്കാൻ പോണേ. നീ കയ്യിലുള്ളതൊക്കെ എടുത്ത് മാറ്റട്ടെ, അല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് വെച്ച് മേടിക്കാറുണ്ട്. എൻ്റെ അനിയനൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്ന അവസ്ഥ എന്നറിയില്ല. മറസുഖി ഞാൻ ബ്ലോക്കിൻ്റെ മേളിലേക്ക് കണ്ട ഇപ്പോഴും കണ്ടില്ല. എന്നാൽ നോക്കട്ടെ, ഇപ്പം കാണുന്നുണ്ടോ? അന്ന് ഞാൻ എന്താ എൻ്റെ ആർമറൊന്ന് അയച്ചിട്ടൊന്നും കൂടെ അണിയട്ടെ. എന്താണ് എനിക്ക് എന്നെ കാണാൻ പറ്റാത്ത? കുഴപ്പമില്ല ഒരു കേട്ടോ, നീ ആവുമ്പോഴത്തേക്കും കണ്ടോളൂ. സഡൻ ഡെത്ത്. എടി ഞാൻ നിൻ്റെ ബെഡ് പൊട്ടിക്കണേണ്. ശരിയാവില്ല, അല്ലെങ്കിൽ നീ ഒറ്റ പോയി ചാവും. വെറുതെ ശരിയാവണ കേസല്ലേ. സഡൻ ഡെത്ത് ഇപ്പം ആവും, 1/2 മിനിറ്റും കൂടി ഇപ്പം ആവും. ഇപ്പം എൻ്റെ ബെഡും പൊട്ടും ഗൈസ്. അപ്പോൾ നമ്മൾ ചാവും, ഉറപ്പായിട്ടും ചാവും. ചാവണം. സഡൻ ഡെത്തായി. അൻറ്റിൽ 10 സെക്കൻഡ് സഡൻ ഡെത്ത്. 10 സെക്കൻഡ് സഡൻ ഡെത്ത്. മർസ് ചെന്നേ, ഞാൻ അവിടെ ട്രാപ്പ് വെച്ചിട്ടുണ്ട്, അതിൽ പോയി വീഴും. സഡൻ ഡെത്ത് ഇപ്പോൾ വീഴും മർസു ട്രാപ്പിൽ. മർസു ഈസ് ഗോയിങ് ടു ട്രാപ്പ് 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 ട്രാപ്പ്. ഇനി ഫൈറ്റിംഗ് ഓൺലി, ഫൈറ്റിംഗ് കൂടെ ഓൺ. ഒന്നും പറയാനില്ല, ഇനി ഫൈറ്റിംഗ് ആണ് ഗൈസ്. മർസുവിന് ഇപ്പം അടിച്ചുറക്കും ഞാൻ, കണ്ടു. ഉറപ്പായിട്ട് അടിച്ചുറക്കും ഞാൻ. സോറി എന്നെ കാണുന്നുണ്ടോ ഇപ്പോഴെങ്കിലും? എൻ്റെ ഒപ്പം ബിൽഡിങ് ബ്ലോക്കിന് മേളിൽ വരുന്നുണ്ടോ? ഒന്നും പറ്റിയില്ലേ എടി? ഇതിനകത്ത് മെയ്സ് വർക്ക് ചെയ്യൂലടി, മറന്നു പോയിനാ. ഇതിനകത്ത് വർക്ക് ചെയ്തില്ല, മനസ്സിലായി. അയ്യോ അയ്യോ അയ്യോ, വാടി വാടി. നിന്നെ ഇപ്പോൾ കാണിച്ചു തരാം. നിന്നെ ഇപ്പോൾ കയ്യും കൊണ്ട് അടിച്ചിട്ട് കാണിച്ചു തരാം ഞാൻ. കത്തിയാ? അയ്യോ എന്ത് കത്തി, എന്ത് കത്തി, എന്ത് കത്തി? ഇതാണ് നിന്നെ കൊണ്ട് അനങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞ്. ഇതാണ് എൻ്റെ ആരോ പവർ. ആരോ പവർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പടച്ചോനെ, എനിക്കും ലൈഫ് കാണുന്നില്ല. അയ്യോ ഇടിച്ചാലേ എൻ്റെ ലൈഫ്. സീനില്ല ചെല്ലി. എന്നിട്ട് ഞാൻ ഇപ്പോൾ വരായേ, എൻ്റെ അമ്പ് തീർന്നു. അത്യാവശ്യം വാങ്ങിയിട്ടുണ്ട്. എടി കള്ള കഴിവ്. ചാടി. അയ്യോ ചാടിയില്ല.
അയ്യോ എനിക്ക് ലൈഫില്ല ഗൈസ്, എനിക്ക് ലൈഫ് ഒട്ടുമില്ല. ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് അടിച്ചിട്ടോട്ടെ, അതോടെ കഴിയും. എന്താണ് ഇക്രാമേ? എനിക്കറിയായിരുന്നു നീ എന്തായാലും ചോദിച്ചു വരുമെന്ന് ഈ ചോദ്യം. എടി കഴിവില്ലാത്തോളെ സ്വയം പോയി ചാവല്ലടി. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മ മർസൂനൊക്കെ കൊന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യരുത്. എന്താ മർസു ഇങ്ങനെയൊക്കെ പറയണം? കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക, എന്നാലും എനിക്ക് മോട്ടിവേഷൻ ആവും. ശരി, ഓക്കെ, ബൈ.